ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വർത്തമാൻകാലിലെ താൽക്കാലിക വർത്തമാൻകാലാണ്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാമാന്യ വർത്തമാൻകാൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതെങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക ഒരു സെൻറ്റൻസിലേക്ക് എന്ന് നമ്മൾ നോക്കിയിരുന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് താൽക്കാലിക വർത്തമാൻകാൽ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സാമാന്യ വർത്തമാൻകാലാണ്. അതിന് എക്സാമ്പിൾ നമ്മൾ നോക്കിയിരുന്നു. സോ ഇനി നമ്മൾ അടുത്തത് ഇന്ന് നോക്കാൻ പോകുന്നത് താൽക്കാലിക വർത്തമാൻകാൽ. എന്താണ് താൽക്കാലിക വർത്തമാൻകാൽ? വർത്തമാൻകാൽ നമുക്കറിയാം പ്രസന്റ് ടെൻസ് ആണ് എന്ന്. താൽക്കാലിക വർത്തമാൻകാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഏകദേശം അതേ സെൻസിൽ തന്നെ വരികയാണ് ഇതും. ഇപ്പോൾ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കുറച്ചു കാലമായി ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, താൽക്കാലിക വർത്തമാൻകാൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച സാമാന്യ വർത്തമാൻകാൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ താൽക്കാലിക വർത്തമാൻകാൽ നമുക്കൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഏകദേശം ഒരു ഐഡിയ വരുന്ന കാര്യമാണ്. കാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനാണ്. സോ ഇവിടെ പുല്ലിംഗ ഏകവചനം, ബഹുവചനം, പിന്നെ സ്ത്രീലിംഗ, മേം, തും, ഇതിനകത്തൊക്കെ എങ്ങനെയാണ് ആ ഒരു ടെൻസിൽ ചേഞ്ച് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം പുല്ലിംഗ ഏകവചൻ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ക്രിയാധാതുവിൻ്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? രഹ ഹേ ആണ് ആഡ് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് നിങ്ങൾ ഹിന്ദി പഠിച്ചു തുടങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം പലയിടത്തും രഹ ഹേ ഉണ്ട്. സോ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കഥയൊക്കെയാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ പ്രസന്റ് ടെൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ രഹ ഹേ കൂടുതലായിട്ട് ഉപയോഗിക്കലുണ്ട്. ഓക്കെ, അപ്പോൾ പുല്ലിംഗ ഏകവചനാണെങ്കിൽ രഹ ഹേ ആണ് യൂസ് ചെയ്യേണ്ടത്. പുല്ലിംഗ ബഹുവചൻ ആൺകുട്ടികൾ എന്നൊക്കെ ഒരു സെൻസിലാണ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് രഹ, രഹേ, ഹേ എന്നാണ്. മനസ്സിലായല്ലോ? ഇനി സ്ത്രീലിംഗ ഏകവചനാണെങ്കിൽ എന്ത് വരും എന്നാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അതിനകത്ത് വരിക രഹി, ഹേ ആണ്. അതേസമയം സ്ത്രീലിംഗ ബഹുവചനാണെങ്കിൽ രഹി, ഇങ്ങനെയും വരും. സോ ആദ്യത്തെ ഈ ഒരു സെറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാകും പുല്ലിംഗ ഏകവചനാണെങ്കിൽ രഹ എന്നായിരിക്കും, പുല്ലിംഗ ബഹുവചനാണെങ്കിൽ രഹി ആയിരിക്കും, സ്ത്രീലിംഗ ഏകവചനാണെങ്കിൽ ബഹുവചനാണെങ്കിൽ രഹി ആയിരിക്കും വരിക. ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പുല്ലിംഗ ഏകവചനം എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ഒരാളെ കുറിച്ച്, അത് പുല്ലിംഗ വചനത്തിലുള്ള ഏതെങ്കിലും ഒരു കർത്താവായിരിക്കും. അപ്പോൾ പുല്ലിംഗ ഏകവചനം എന്ന് പറയുന്ന കർത്താവ് അങ്ങനെയാണ് ആ ഒരു പുല്ലിംഗ ഏകവചനത്തിലാണ് വരുന്നതെങ്കിൽ രഹാഹേ ആയിരിക്കും. ഇനി അത് ബഹുവചനത്തിലാണെങ്കിൽ രഹേ ഹേയും ആയിരിക്കും വരിക. ഓക്കെ, ഇനി സ്ത്രീലിംഗവും സിമിലർലി അതുപോലെ തന്നെയായിരിക്കും വരിക. ഇനി മേം വരുമ്പോൾ ഹൂം വരും എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അവിടെ ഹൂം ഉറപ്പിച്ചോളൂ. ഇവിടെയും ഹൂമാണ്. ഇനി മേം പുല്ലിംഗാണെങ്കിൽ എന്ത് വരും? ഇവിടെ ആദ്യം നമ്മൾ എഴുതിയ രഹ വരും. മേം എന്ന് പറയുന്നത് ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്ന ഒരു വരിയിൽ പുല്ലിംഗാണെങ്കിൽ രഹ ഹൂം ആയിരിക്കും. ഹൂം വരാൻ കാരണം മേം വന്നതുകൊണ്ട്. മേം ഞാൻ ഒരു വചനേ ഉള്ളൂ, ഏകവചനാണ്. സോ അതുകൊണ്ടാണ് രഹ ഹൂം എന്ന് വന്നത്. മേം സ്ത്രീലിംഗാണെങ്കിലോ ഒരാളേ ഉള്ളൂ, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ. സോ ഏകവചനാണ്, സ്ത്രീലിംഗാണ്. സ്ത്രീലിംഗാണെങ്കിൽ രഹി ഹൂം വരും. ഇനി തും പുല്ലിംഗാണെങ്കിലോ തും, നിങ്ങൾ, അതായത് ഒരുപാട് പേരുണ്ട്, പുല്ലിംഗാണ് രഹേ. തും സ്ത്രീലിംഗാണെങ്കിലോ രഹി. ഇനി ഇവിടെ എന്ത് വരും? തും വരുമ്പോൾ ഹോ വരും. നമ്മൾ എപ്പോഴും പഠിക്കലുള്ളതാണ്. തും വരുമ്പോൾ എപ്പോഴും അവസാനിക്കേണ്ടത് ഹോയിലാണ് കേട്ടോ. ഇനി മേം ആണെങ്കിൽ ഹൂമിലും വേണം അവസാനിക്കാൻ. അപ്പം നമ്മളിവിടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. പുല്ലിംഗ ഏകവചൻ എന്ന് പറയുന്നത് കർത്താവാണ്. അതായത് കർത്താവ് അഥവാ സബ്ജക്റ്റ് ആയി വരുമ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ക്രിയാധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്രിയാധാതു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെയ്യുന്ന ഒരു വെർബ് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. വെർബിൻ്റെ കൂടെ എന്ത് വരും? ക്രിയാധാതു. എന്ത് കൂടെ വരും? നമ്മളിപ്പം പറഞ്ഞ ഈ രഹാഹേ, രഹേഹേ, രഹിഹേ അങ്ങനത്തെ സംഭവങ്ങൾ ആഡ് ചെയ്ത് വരും.
ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വേണമെങ്കിൽ എക്സാമ്പിൾസിലേക്ക് കടക്കാം. ഇത് നിങ്ങൾ കൃത്യമായി എഴുതിയെടുക്കണം കേട്ടോ. കാരണം ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമിൻ്റെ ടൈമിൽ നമ്മളൊരു ലെറ്റർ എഴുതുവാണ്, അല്ലെങ്കിൽ ഒരു നെറേറ്റീവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാർത്താലാപ് പറയുകയാണ്. വാർത്താലാപിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? താൽക്കാലിക വർത്തമാൻകാൽ എന്ന സംഭവം. സോ ഇത് നിങ്ങൾ കൃത്യമായി പഠിക്കുക, നിങ്ങൾ കൃത്യമായി നോട്ട്സ് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ വളരെ സിമ്പിളാണ്, ഒരുപാട് ടൈം ഒന്നും ഇതിന് ഒരിക്കലും വേണ്ട ആവശ്യം പോലുമില്ല. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലേക്ക് കടക്കാം. എക്സാമ്പിളിലേക്ക് കടക്കുമ്പം ബച്ച കുട്ടി, രോ രഹ ഹേ, എന്താണിത്? ഒരാൺകുട്ടി ബച്ച, ബച്ചിയല്ല, ബച്ചി എന്ന് പറയുമ്പോഴാണ് ബച്ചി എന്ന് പറയുമ്പോഴാണ് എന്ത് വരിക? പെൺകുട്ടി. ബച്ച എന്ന് പറയുമ്പോൾ എന്താ? ആൺകുട്ടി. ബച്ചോം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കുട്ടികൾ എന്നുള്ളൊരു മീനിങ് വരിക. എന്ന് വരുമ്പോൾ കുട്ടികൾ എന്ന മീൻസ് പ്ലൂറൽ ഫോമിലാണ് വരിക. മനസ്സിലായല്ലോ? സോ ഇവിടെ ബച്ച രോ രഹാഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? ബച്ച രോ രഹാഹേ എന്ന് പറഞ്ഞാൽ രഹാഹേ കണ്ടാലേ അറിയാം ആൺകുട്ടിയാണ്. ബച്ച കണ്ടാൽ പിന്നെ നമുക്ക് കൺഫേം ചെയ്യാലോ ആൺകുട്ടിയാണ്. ആൺകുട്ടി എന്ത് ചെയ്യുന്നു? രോ എന്ന് പറഞ്ഞാൽ കരയുകയാണ്. അപ്പോൾ ആൺകുട്ടി കരയുകയാണ്. ഇനി ഛാത്ര ഖേൽ, കളിക്കാന്നാണേ. രഹേ രഹേ ഹേ എന്ന് പറഞ്ഞ എന്താ? ഛാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഗേൽ രഹേ ഹേ, കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, വിദ്യാർത്ഥികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. ഇനി ലഡ്കി എന്ന് പറഞ്ഞാൽ എന്താ? പെൺകുട്ടി. ഗാ എന്ന് പറഞ്ഞാൽ എന്താ? പാടുക. രഹി ഹേ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി പാടിക്കൊണ്ടിരിക്കുന്നു. എത്ര പെൺകുട്ടിയുണ്ട്? ഒറ്റ പെൺകുട്ടിയേ ഉള്ളൂ. അടുത്തത് ഔറത്തോം ഔറത്തോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ത്രീകൾ. കാം എന്ന് പറഞ്ഞാൽ ജോലി. കർ എന്ന് പറഞ്ഞാൽ ചെയ്യുക. രഹി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സ്ത്രീകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി മേം ലിഗ്. ഇനി ഇത് ആൺകുട്ടിയാ. മേം ലിഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് വരാൻ. അപ്പോൾ അത് ആൺകുട്ടിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? രഹാഹേ കൊടുക്കും. രഹാഹൂം കൊടുക്കും. മേം വരുമ്പോൾ ഹൂം വരണം. ഇനി അത് പെൺകുട്ടിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മേം ലിഖ്, ഞാൻ എഴുതി കൊണ്ടിരിക്കുന്നു. പെൺകുട്ടിയാണെങ്കിൽ രഹി ഹൂം. പിടികിട്ടിയോ? ഇനി നിങ്ങൾ എന്നർത്ഥം വരുന്ന തും ലിഗ് വേണ്ട, എപ്പോഴും കണ്ടിന്യൂസ് നമുക്ക് വേറെ എടുക്കാം. തും കഹാം എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ? ജാ, പോകുന്നു. പെൺകുട്ടിയാണെങ്കിലോ ആരാ പോണ്ടേ? ഒരു സെറ്റ് ആൺകുട്ടികളാണെങ്കിൽ ഹേ ഹേ എന്നും വരും. ഇനി അതേസമയം തും പെൺകുട്ടികളാണെങ്കിലോ തും കഹാം ജാ, ഹോ വേണം കേട്ടോ വരാൻ. ഹേ അല്ലേ, ഹോ വേണം വരാൻ. ഹോ എന്നും വരും. അപ്പൊ തും കഹാം ജാ രഹേ ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് ആരാണ് പോകുന്നത്? ആൺകുട്ടികളാണ് പോകുന്നത്. രഹേ ഹോ. നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രഹേ ഹോ എന്ന് വരുമ്പം എന്തായിരിക്കും? ആൺകുട്ടികളാണ് പോകുന്നത്. അതേസമയം പെൺകുട്ടികളാണ് പോകേണ്ടതെങ്കിലോ രഹി ഹോ എന്ന് വേണം വരാൻ. ഫുൾ സ്റ്റോപ്പ്. ഇനി രഹി, ഇനി ഹോ. പിടികിട്ടിയല്ലോ? ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അറിയാത്ത വൊക്കാബുലറി ഉണ്ടെങ്കിൽ ഞാൻ എഴുതാം. ഗേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു
നിങ്ങൾക്കൊരു വൊക്കാബുലറി സെക്ഷൻ നിങ്ങൾ ഒരു ചെറിയ പോക്കറ്റ് ഡയറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമർ ബുക്കിൻ്റെ ബാക്കിലോ ആയിട്ട് ഉണ്ടാക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. ഗേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുക, ഘ എന്ന് പറഞ്ഞാൽ പാടുക, കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി, കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക. ഇനി ലിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുക, കഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ, ജാ എന്ന് പറഞ്ഞാൽ പോവുക. ഓക്കെ അല്ല? ഇനി ഏതെങ്കിലും രോ കരയുക. ഇനി ഏതെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഔരത്തോ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്, എനിക്ക് എഴുതാൻ സ്ഥലമില്ല. ഔരത്തോം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നാണ്. ലഡ്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, ചാറ്റർ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, ബച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടി. ഓക്കെ അല്ലേ? മേം തും, മേം ഞാൻ, തും നിങ്ങൾ. ഓക്കെ ആണല്ലോ? ഇപ്പം ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക, നോട്ട് എഴുതി വെക്കുക. എക്സാമ്പിൾസും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് എഴുതി നോക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും കൃത്യമായിട്ട് ഇത് നോട്ട്സ് എഴുതി പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർഡറിൽ കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച്.